ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഷിബിത സജീവ്. റവ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോണതിന് മുന്നേ ഈ ചാനൽ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ ഇന്നും കൂടി ക്ലിക്ക് ചെയ്തെങ്കിലുള്ളൂ ഞാനിരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. നല്ല സ്പൈസി ആയിട്ടുള്ള ഈ ഒരു സ്നാക്സ് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാം. 2 കപ്പ് റവ വെച്ചാണ് ഞാൻ ഈ സ്നാക്സ് ഉണ്ടാക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് വറുക്കാത്ത റവയാണ്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ റവ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് ഞാൻ 1/4 കപ്പ് പാൽ എടുക്കുകയാണ്. ചെറു ചൂടുള്ള പാലാണ് എടുക്കേണ്ടത്. 2 കപ്പ് റവയ്ക്ക് 1/4 കപ്പ് പാലാണ് വേണ്ടത്. പാലിന് പകരം നമുക്ക് ചെറു ചൂടുള്ള വെള്ളം എടുത്തതിന് ശേഷം അതിലേക്ക് പാൽപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും 1/4 ടീസ്പൂൺ ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഈസ്റ്റ് ആക്റ്റീവ് ആവാൻ ഇതൊരു 15 മിനിറ്റ് നേരം വെക്കണം. ഇപ്പോൾ ഇവിടെ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ച റവ കുറച്ചായി ഇട്ട് കൊടുക്കാം. റവ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കാം. റവ പാലിൽ മിക്സാക്കി എടുത്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കൈവച്ച് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഇപ്പം ഞാൻ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 2 മണിക്കൂർ അടച്ചു വെച്ച് മാറ്റി വെക്കണം. ഇനി ഇതിലേക്കുള്ള മുട്ട മസാല റെഡിയാക്കിയെടുക്കാം. അതിനായിട്ടൊരു ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കിയതിന് ശേഷം അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു സവാള ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. സവാള വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വഴറ്റിയെടുത്താൽ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി പൊടികളെല്ലാം നല്ലപോലെ ചൂടാക്കിയെടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നായി വരുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് 3 മുട്ട വേവിച്ചത് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ മുട്ട മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാവൊന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ മാവ് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബോൾസാക്കി ഉണ്ടാക്കിയെടുക്കാം. അത്യാവശ്യം വലുപ്പത്തിലുള്ള ബോൾസ് തന്നെ ഉണ്ടാക്കിയെടുക്കണം. അതിനുള്ളിൽ നമുക്ക് മസാല വെച്ച് കൊടുക്കാനുള്ളതാണ്. ഇനി ഓരോ ബോളും കയ്യിൽ വെച്ച് ജസ്റ്റ് ഒന്ന് പരത്തിയതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് മസാല കുറച്ച് വെച്ച് കൊടുക്കണം. മസാല ഉള്ളിലാവുന്ന രീതിയിൽ ഒന്നും കൂടെ ഒന്ന് ബോളാക്കിയതിന് ശേഷം നമുക്ക് കയ്യിൽ വെച്ച് ഒന്ന് പരത്തിയെടുത്താൽ മതി. ഇതുപോലെ ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കാം.
ഇത് ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു പാനിൽ എണ്ണ ചൂടാക്കിയെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. 2 സൈഡും മറിച്ചിട്ട് കൊടുത്ത് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ഇവിടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഒരു സൈഡായാലും നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ 2 സൈഡും ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഇവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റവ കൊണ്ടുള്ള സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ്സ് അറിയിക്കാൻ മറക്കരുത്. ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്കിനും ഇന്ന് വിട പറഞ്ഞു പോകുന്നത് ഷിബിത സജീവ്. താങ്ക് യു.